പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, അവിടുത്തെ നാമത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ തിരുവചനം ഘോഷിക്കുന്നു. തിരുവചന സത്യങ്ങൾ അത് അനേകർക്ക് പ്രയോജനമാക്കി തീർക്കുവാൻ സഹായിക്കണമേ. എന്നെ നാവിനോട് കൂടെ ഇരുന്ന് എന്നെ ശക്തീകരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ട്രാൻസ്ലേഷൻ ചെയ്യുന്ന നിന്റെ മകനെയും ശക്തീകരിക്കണമേ. കേൾക്കുന്നവർക്കെല്ലാവർക്കും ആത്മീക ജീവൻ നൽകുവാനിടയാക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഇന്നത്തെ തിരുവചന ധ്യാനം ಆತ್ಮೀಕ വളർച്ച ಎನ್ನುಳ್ಳതാണ്. ಇಂದಿನ ದೇವರ ವಾಕ್ಯದ ಸಂದೇಶ ಆತ್ಮಿಕವಾದ ಬೆಳವಣಿಗೆ ಎಂಬುದರ ಕುರಿತಾಗಿ ಆಗಿದೆ. എല്ലാ ദൈവമക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു ദിവ്യമായ സത്യമാണ്. ಎಲ್ಲಾ ದೇವರ ಮಕ್ಕಳು ತಿಳಿದಿರಬೇಕಾಗಿರುವಂತ ನಿಜವಾದ ಒಂದು ಸತ್ಯವಾಗಿದೆ. എസെക്കിയേൽ പ്രവാചകനെ ദൈവം കൊടുത്ത ദർശനമാണ് ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി എടുത്തിരിക്കുന്നത്. ಎಸ್ಕೇಲ್ ಪ್ರವಾದಿಗೆ ದೇವರು ಕೊಟ್ಟ ದರ್ಶನವಾಗಿದೆ ಇಂದಿನ ದೇವರ ವಾಕ್ಯ ಸಂದೇಶಕ್ಕೋಸ್ಕರವಾಗಿ ತೆಗೆದುಕೊಂಡಂತಹ ಭಾಗ. എസെക്കിയേൽ പ്രവാചകൻ ബാബേലിൽ പ്രവാസികളായിരിക്കുമ്പോൾ ദൈവസന്നിധിയിലെ താൻ കരയുന്നതായ കാഴ്ചപ്പാടാണ് നമ്മൾ കാണുന്നത്. ಎಸ್ಕೇಲ್ ಪ್ರವಾದಿಯು ಬಾಬೇಲ್ನಲ್ಲಿ ಪ್ರವಾಸಿಯಾಗಿ ಸೆರೆಯಾಗಿದ್ದ ಸಂದರ್ಭದಲ್ಲಿ ತಾನು ದೇವರ ಸಂದಲ್ಲಿ ಅತ್ತಂತ ಅನುಭವವನ್ನು ಈ ಭಾಗಗಳಲ್ಲಿ ನಾವು ಕಾಣುತ್ತೇವೆ. കേബാർ നദീതീരത്ത് ഇരുന്ന് എസെക്കിയേൽ പ്രവാചകൻ കരഞ്ഞു. ಕೇಬಾರ್ ನದಿಯ ಬದಿಯಲ್ಲಿ ಕೂತುಕೊಂಡು ಪ್ರವಾದಿಯಾದ ಎಸ್ಕೇಲನು ಅತ್ತನು ಎಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. പ്രവാസത്തിലെ കഷ്ടം മാത്രമല്ല, യെരുശലേമിൽ അവർക്കുണ്ടായ നഷ്ടമായിരുന്നു അവരുടെ പ്രധാന വിഷയം. ಪ್ರವಾಸದ ಕಷ್ಟ ಮಾತ್ರವೇ ಅಲ್ಲದೆ ಯೆರೂಸಲೇಮಲ್ಲಿ ಅವರಿಗೆ ಸಂಭವಿಸಿದ ನಷ್ಟದ ನಿಮಿತ್ತವಾಗಿ ಅವರು ಅತ್ತರು ಎಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. യെരുശലേമിൽ അവരായിരിക്കുമ്പോൾ അവരുടെ ആലയത്തിൽ നിന്ന് ലഭിക്കപ്പെട്ട ദിവ്യമായ നന്മകളെ ഓർത്തിട്ടാണ് അവർ കരഞ്ഞത്. ಯೆರೂಸಲೇಮಿൽ ಅವರಿದ್ದಾಗ ಆಲಯದ ಮೂಲಕವಾಗಿ ತಮಗೆ ದೊರಕಿದ ಎಲ್ಲಾ ಮೇಲುಗಳ ಕುರಿತಾಗಿ ಚಿಂತಿಸಿ ಅವರು ಅತ್ತರು ಎಂಬುದಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. 87-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ ഉറവകളൊക്കെയും നിന്നിലാകുന്നു എന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയുന്നു. 87ನೇ ಕೀರ್ತನೆ ಓದುವ ಸಂದರ್ಭದಲ್ಲೆಲ್ಲ ನನ್ನ ಹೊರತೆಗಳೆಲ್ಲ ನಿನ್ನ ಸನ್ನಿಧಿಯಲ್ಲಿದೆ ಎಂಬುದಾಗಿ കീർത്തനകാരൻ നൃത്യം ಮಾಡುವಂತಹ സംഭവವನ್ನು ನಾವಲ್ಲಿ ಕಾಣುತ್ತೇವೆ. ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് ധാരാളം അനുഗ്രഹത്തിന്റെ ഉറവകൾ അവരെ അനുഭവിച്ചതായിട്ടാണ് അവിടെ പാടുന്നത്. ದೇವರ ಆಲಯದ ಮೂಲಕವಾಗಿ ಧಾರಾಳವಾದ ಮೇಲುಗಳನ್ನು ಹೊರತೆಗಳನ್ನು ಅವರು ಪಡೆದುಕೊಂಡದ್ದಾಗಿ ನಾವಲ್ಲಿ ಓದುತ್ತೇವೆ. ആ വേദന കൊണ്ട് അവർ കരഞ്ഞു ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ಆ ನೋವಿನ ನಿಮಿತ್ತವಾಗಿ ದೇವರ ಸಂದಲ್ಲಿ ಅತ್ತು ದೇವರ ಸಂದಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ ಸಂಭವವನ್ನು ವಿಷಯಗಳನ್ನು ನಾವಿಲ್ಲಿ ಕಾಣುತ್ತೇವೆ. എസെക്കിയേൽ പ്രവാചകനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എസെക്കിയേൽ പരിശുദ്ധാത്മ പ്രവാചകൻ എന്നാണ് പറയപ്പെടുന്നത്. ಪ್ರವಾದಿಯಾದ ಎಸ್ಕೇಲ್ನ ಕುರಿತಾಗಿ ನಾವು ಕರೆಯುವಾಗ ಪವಿತ್ರಾತ್ಮನ ಪ್ರವಾದಿ ಎಂಬುದಾಗಿ ಎಸ್ಕೇಲ್ನ ಕುರಿತಾಗಿ ನಾವು ಕಲಿಯುತ್ತೇವೆ. എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണാം, 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിലെ ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വകരമായ പ്രത്യക്ഷത എസെക്കിയേൽ കണ്ടു. ನಾವು ನೋಡುತ್ತೇವೆ ಎಸ್ಕೇಲ್ ಪ್ರವಾದನ ಗ್ರಂಥ 1ನೇ ಸಂಧಿಯ 28ನೇ ವಾಕ್ಯ ನೋಡುವಾಗ ದೇವರ ಮಹಿಮೆಯುಳ್ಳಂತ ದರ್ಶನವನ್ನು ಆತನು ಕಂಡದ್ದಾಗಿ ಅಲ್ಲಿ ನಾವು ಓದುತ್ತೇವೆ. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ദിവ്യമായ ഒരു ദർശനമാണ് എസെക്കിയേൽ അവിടെ കാണുന്നത്. ಪವಿತ್ರಾತ್ಮನ ಕುರಿತಾದಂತ ಒಂದು ದಿವ್ಯವಾದ ದರ್ಶನವನ್ನೇ ಎಸ್ಕೇಲ್ನು ಅಲ್ಲಿ ಕಂಡದ್ದು. തിരുവചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വിവിധമായ രീതിയിൽ എസെക്കിയേലിന് വെളിപ്പെടുന്നതായിട്ട് കാണാം. ದೇವರ ವಾಕ್ಯದಲ್ಲಿ ನಾವು ಚಿಂತಿಸುವಾಗ ಪವಿತ್ರಾತ್ಮನು ವಿವಿಧ ನೆಲೆಗಳಲ್ಲಿ ಆ ಎಸ್ಕೇಲೊಟ್ಟಿಗೆ ಒಡನಾಡಿದನು ಎಂಬುದಾಗಿ ನಾವು ಕಲಿಯುತ್ತೇವೆ. എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം,
പരിശുദ്ധാത്മാവാകുന്ന ദൈവം ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് പുറപ്പെട്ട ഉറവയായിട്ട് അവിടെ വെളിപ്പെടുത്തുന്നു. 47ನೇ ಸಂಧಿಯಲ್ಲಿ ಓದುವ ಸಂದರ್ಭದಲ್ಲಿ ದೇವರ ಪವಿತ್ರಾತ್ಮನೆಂಬಾತನು ದೇವಾಲಯದ ಹೊಸ್ತಲಿನಿಂದ ಹೊರಡುವ ಪ್ರವಾಹ ಎಂಬುದಾಗಿ ನಾವಲ್ಲಿ ಕಲಿಯುತ್ತೇವೆ. ആ 47-ാം അധ്യായത്തിൽ നിന്ന് കാണുന്നതായ ആ ഉറവ ഒരു നദിയായി തീർന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണാം. 47ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಕಾಣುವಂತ ಆ ಹೊರತೆ ಒಂದು ನದಿಯಾಗಿ ಮಾರ್ಪಟ್ಟಿತು ಎಂಬುದಾಗಿ ದೇವರ ವಾಕ್ಯದಲ್ಲಿ ನಾವು ಗಮನಿಸುತ್ತೇವೆ. എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായം അത് 2 ഭാഗമായിട്ട് തിരിച്ചാൽ, ഒന്നാമതായിട്ട് പരിശുദ്ധാത്മ നിറവിനെ കുറിച്ച് 1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണാം. ಎಸ್ಕೇಲ್ ಪ್ರವಾದ ಗ್ರಂಥ 47ನೇ ಸಂಧಿ 2 ಆಗಿ ವಿಭಾಗಿಸಿದರೆ ಅದರಲ್ಲಿ 47ನೇ ಸಂಧಿಯ 1ರಿಂದ 5ನೇ ವಾಕ್ಯವನ್ನು ಗಮನಿಸುವಾಗ ಪವಿತ್ರಾತ್ಮರಿಂದ ತುಂಬಲ್ಪಡುವಿಕೆಯ ಕುರಿತಾಗಿ ನಾವಲ್ಲಿ ಕಲಿತೇವೆ. പിന്നെ 7 മുതൽ 12 വരെയുള്ള വേദഭാഗം നമ്മൾ നോക്കുമ്പോൾ കാണാം, പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവാഹം നിമിത്തം ആ ദൈവജനത്തിനുണ്ടാകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് കാണാം. 7ನೇ ವಾಕ್ಯದಿಂದ 12ನೇ ವಾಕ್ಯವನ್ನು ಗಮನಿಸುವಾಗ ಪವಿತ್ರಾತ್ಮನ ಪ್ರವಾಹದಿಂದ ಅಥವಾ ಪವಿತ್ರಾತ್ಮನ ತುಂಬುವಿಕೆಯಿಂದ ದೇವಜನರಿಗೆ ಉಂಟಾಗುವಂತಹ ಮೇಲುಗಳು, ಆಶೀರ್ವಾದಗಳು ಅಲ್ಲಿ ನಾವು ಕಾಣುತ್ತೇವೆ. തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എസെക്കിയേൽ പല സ്ഥലങ്ങളിലായി പ്രവചിച്ചിരിക്കുന്നു. ನಾವು ದೇವರ ವಾಕ್ಯವನ್ನು ಓದುವಂತಹ ಸಂದರ್ಭದಲ್ಲಿ ಪ್ರವಾದಿಯಾದ ಎಸ್ಕೇಲ್ನು ಪವಿತ್ರಾತ್ಮನ ಕುರಿತಾಗಿ ಅನೇಕ ಕಡೆ ತಿಳಿಸಿದ್ದಾನೆ. എസെക്കിയേൽ പ്രവചനത്തിൽ നമ്മൾക്ക് വായിക്കുന്ന കാണാം, താഴ്വാരത്തിലേക്ക് എസെക്കിയേലിനെ കൊണ്ട് നിർത്തിയപ്പോൾ താഴ്വാരത്തിൽ കിടക്കുന്ന അസ്ഥികൂടങ്ങളെ ജീവിപ്പിക്കുന്നതായ ആത്മാവിന്റെ പ്രവൃത്തിയെ കാണുന്നു. ನಾವು ನೋಡುತ್ತೇವೆ 37ನೇ ಸಂಧಿ ಓದುವ ಸಂದರ್ಭದಲ್ಲಿ ಒಂದು ತಗ್ಗಿನಲ್ಲಿ ಆತನನ್ನು ಕೊಂಡು ಹೋಗಿ ನಿಲ್ಲಿಸುವಂತಹ ಸಂದರ್ಭದಲ್ಲಿ ಒಣಗಿದಂತ ಸತ್ತಂತ ಎಲುಬುಗಳಿಗೆ ಜೀವ ತುಂಬಲ್ಪಟ್ಟ ಅನುಭವವನ್ನು ನಾವಲ್ಲಿ ಕಾಣುತ್ತೇವೆ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ് ദൈവജനം ജീവൻ പ്രാപിക്കുന്നത്. ಪವಿತ್ರಾತ್ಮನ ಕುರಿತಾಗಿ ನಾವು ಕಲಿಯುವಾಗ ಪವಿತ್ರಾತ್ಮನ ಮುಖಾಂತರವಾಗಿ ದೇವಜನರು ಜೀವವನ್ನು ಹೊಂದಿಕೊಳ್ಳುವರಾಗಿದ್ದಾರೆ. ആത്മാവാണ് മനുഷ്യനെ ജീവിപ്പിക്കുന്നത്. ದೇವರ ಆತ್ಮನಾಗಿದ್ದಾನೆ ಮನುಷ್ಯರನ್ನು ಜೀವಿಸುವಂತೆ ಮಾಡುವಂಥದ್ದು. ആ ആത്മാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആത്മാവിനെ ദൈവം അളവ് കൂടാതെ ദൈവം ധാരാളം തന്റെ മക്കൾക്ക് നൽകുന്നു. ಆ ಆತ್ಮನ ಕುರಿತಾಗಿ ನಾವು ಕಲಿಯುವಾಗ ಯಾವುದೇ ಲೆಕ್ಕವಿಲ್ಲದೆ ದೇವರಾತ್ಮನ್ನು ತನ್ನ ಜನರಿಗೆ ಕೊಡುತ್ತಾನೆ ಎಂಬುದಾಗಿ ನಾವು ಕಲಿಯುತ್ತೇವೆ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാം, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ള വചനത്തോടുകൂടെയാണ് പൗലോസ് ആരംഭിക്കുന്നത്. ನಾವು ನೋಡುತ್ತೇವೆ ಎಫೆಸ ಪತ್ರಿಕೆ 1ನೇ ಸಂಧಿಯ 3ನೇ ವಾಕ್ಯ ನೋಡುವಾಗ ಪರಲೋಕದಲ್ಲಿನ ಸಕಲ ಆತ್ಮೀಯ ವರಗಳನ್ನು ನಿಮಗೆ ಕ್ರಿಸ್ತ ಯೇಸುವಿನ ಮೂಲಕವಾಗಿ ಅನುಗ್ರಹಿಸಿದ್ದಾನೆ ಎಂಬುದಾಗಿ ಪೌಲನು ಹೇಳುತ್ತಾನೆ. അപ്പോൾ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവമക്കൾ വാഞ്ചയുള്ളവരായിരിക്കണം. ಆದುದರಿಂದ ಪರಲೋಕದ ಸಕಲ ಆತ್ಮೀಯ ವರಗಳನ್ನು ಹೊಂದಿಕೊಳ್ಳುವ ಬಯಕೆಯುಳ್ಳವರಾಗಿ ದೇವರ ಮಕ್ಕಳು ಇರಬೇಕಾಗಿದೆ. ഈ ആത്മീക അനുഗ്രഹങ്ങൾ എവിടെ നിന്നാണ് പ്രാപിക്കുന്നത്? ಈ ಆತ್ಮೀಕವಾದ ಆಶೀರ್ವಾದಗಳನ್ನು ನಾವು ಎಲ್ಲಿಂದ ಹೊಂದಿಕೊಳ್ಳುತ್ತೇವೆ? എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായത്തിൽ അതിൻ്റെ 12-ാമത്തെ വചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ആലയത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ നദി, ആ വെള്ളത്തിൽ നിന്നാണ് ഹല്ലേലൂയ അനുഗ്രഹങ്ങളൊക്കെയും പ്രാപിപ്പാനിടയായിത്തീരുന്നത്. ಎಸ್ಕೇಲ್ ಪ್ರವಾದನ ಗ್ರಂಥ 47ನೇ ಸಂಧಿಯ 12ನೇ ವಾಕ್ಯನ ಓದುವಾಗ ಆಲಯದಿಂದ ಹೊರಡುವ ಪ್ರವಾಹದ ಮುಖಾಂತರವಾಗಿ ಎಲ್ಲಾ ಆಶೀರ್ವಾದವನ್ನು ಹೊಂದಿಕೊಳ್ಳುತ್ತಾರೆ ಎಂಬುದಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. പുതിയ നിയമവിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ടത്
ഇന്നത്തെ ദൈവത്തിന്റെ സഭയാണ്. ಹೊಸ ಒಡಂಬಡಿಕೆ ವಿಶ್ವಾಸಿಗಳಾದ ನಾವು ತಿಳಿದುಕೊಳ್ಳಬೇಕಾದ್ದು ಇಂದಿನ ದೇವರ ಸಭೆಯ ಕುರಿತಾಗಿ. സഭയുടെ സൃഷ്ടാവ് കർത്താവായ യേശു ക്രിസ്തുവാണ്. ಸಭೆಯ ಸೃಷ್ಟಿಕರ್ತನೆಂದು ಹೇಳುವಾಗ ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯೇ ಅದಾಗಿದೆ. കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും. ಮತ್ತಾಯನ ಸುವಾರ್ತೆ 16ನೇ ಸಂಧಿಯನ್ನು ಓದುವಾಗ ಅಲ್ಲಿ ಈ ಪ್ರಕಾರವಾಗಿ ಓದುತ್ತೇವೆ, ನಾನು ನನ್ನ ಸಭೆಯನ್ನು ಕಟ್ಟುವೆನು. അത് പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ಪಾತಾಳ ಲೋಕದ ಬಲವು ಅದನ್ನು ಸೋಲಿಸಲಾರದು. 1-ാം നൂറ്റാണ്ടു മുതൽ സഭയെ പരാജയപ്പെടുത്തുവാൻ ശത്രു ധാരാളമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ಮೊದಲನೇ ಶತಮಾನದ ನೋಡುವಾಗ ಸಭೆಯನ್ನು ಸೋಲಿಸಲು ಶತ್ರುವಾದ ಸೈತಾನು ಅನೇಕ ರೀತಿಯಲ್ಲಿ ಪ್ರಯತ್ನಿಸಿದ್ದಾನೆ. എന്നാൽ ഇന്ന് നാം ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. ನಾವಿಂದು ವಾಸ ಮಾಡುತ್ತಾ ಇರುವುದು 21ನೇ ಶತಮಾನದಲ್ಲಿ ಆಗಿದೆ. 2000 വർഷത്തിലധികമായിട്ട് ദൈവം തന്റെ സഭയെ അത്ഭുതമായി പരിപാലിക്കുന്നു എന്നുള്ള ഒരു ദിവ്യ സത്യം ദൈവമക്കൾക്ക് എല്ലാവർക്കും അറിയാം. 2000 ವರ್ಷಗಳಿಂದ ದೇವರು ತನ್ನ ದಿವ್ಯ ಸಭೆಯನ್ನು ಬಹಳ ಅದ್ಭುತವಾಗಿ ಪರಿಪಾಲಿಸಿದೆಂಬುದಾಗಿ ದೇವರ ಮಕ್ಕಳಾದ ನಮಗೆಲ್ಲ ಆ ಸತ್ಯ ಗೊತ್ತಿದೆ. Praise the Lord. Hallelujah. ദൈവത്തിന്റെ സഭയെ നശിപ്പിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ದೇವರ ಸಭೆಯನ್ನು ಹಾಳು ಮಾಡುವುದಕ್ಕೆ ಯಾವ ಶಕ್ತಿಗೂ ಸಹ ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ. ഇന്ന് ലോകത്തിൽ വിവിധമായ രീതിയിൽ ക്രൈസ്തവ സഭയ്ക്ക് പീഡനങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. ಇನ್ನು ನಾವು ಲೋಕದಲ್ಲಿ ನೋಡುವಾಗ ಕ್ರೈಸ್ತ ಸಭೆಗೆ ವಿವಿಧ ರೀತಿಯ ಹಿಂಸೆಗಳು ಅಲ್ಲಲ್ಲಾಗಿ ಅನುಭವಿಸ್ತಾ ಇದ್ದಾರೆ. എന്നാൽ എത്രമാത്രം ശത്രു പ്രവർത്തിക്കുന്നോ അതിന്റെ 100 ഇരട്ടി ശക്തിയായി സഭ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുന്നു. ಆದರೆ ಎಷ್ಟರ ಮಟ್ಟಿಗೆ ಸೈತಾನ್ ಕೆಲಸ ಮಾಡುತ್ತಾನೋ ಅದರ 100ರಷ್ಟು ಪಾಲು സഭಯನ್ನು ದೇವರು ಬೆಳೆಸುತ್ತಾ ಇರ್ತಾರೆ. യെരുശലേമിൽ ആരംഭിച്ച ദൈവത്തിന്റെ സഭ ഇന്ന് ഭൂമിയുടെ അറുതി മുതൽ അറുതി വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ಯೆರೂಸಲೇಮಲ್ಲಿ ಪ್ರಾರಂಭ ಮಾಡಲ್ಪಟ್ಟಂತ ದೇವರ ಸಭೆ ಲೋಕದ ಒಂದು ಮೂಲೆಯಿಂದ ಒಂದು ಮೂಲೆಯವರೆಗೂ ಈಗಾಗಲೇ ಹರಡಲ್ಪಟ್ಟಿದೆ. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ജാതികളുടെ സംഖ്യ തികയും വരെ ഹല്ലേലൂയ കർത്താവിന്റെ വരവ് താമസിക്കുമെന്ന്. ನಾವು ದೇವರ ವಾಕ್ಯ ನೋಡುವಾಗ ಅನ್ಯ ಜನಾಂಗಗಳು ದೇವರ ಸಂಧಾನಕ್ಕೆ ಬರುವವರೆಗೆ ಕರ್ತನ ಸಭೆಯು ಮುಂದುವರಿಯುವುದೆಂಬುದಾಗಿ. അവസാനത്തെ വ്യക്തിയാകുന്നിടം വരെയും ദൈവത്തിന്റെ സഭ ഹല്ലേലൂയ ഭൂമിയിൽ അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ದೇವರ ದೃಷ್ಟಿಯಲ್ಲಿ ಕಡೆಯ ವ್ಯಕ್ತಿ ರಕ್ಷಿಸಲ್ಪಟ್ಟು ಮುಂದೆ ಬರುವವರೆಗೂ ಸಹ ದೇವರ ಸಭೆಯು ಲೋಕದಲ್ಲಿ ನಿಂತಿರುತ್ತದೆಂಬುದಾಗಿ ಒಂದು ಸತ್ಯವಾಗಿದೆ. അവസാനത്തെ വ്യക്തിയുടെ കർത്താവിന്റെ സഭയോട് ചേർക്കപ്പെടുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു വാനമേഘത്തിൽ വന്ന് തന്റെ സഭയെ ചേർക്കും. ಕಡೆಯ ವ್ಯಕ್ತಿ ದೇವರ ಸಂಧಾನಕ್ಕೆ ಸೇರಿಸಲ್ಪಟ್ಟ ಸಂದರ್ಭದಲ್ಲಿ ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯು ಮೇಘ ಮಾರ್ಗದಲ್ಲಿ ನಮಗೋಸ್ಕರವಾಗಿ ಆತನು ಇಳಿದು ಬರುವಂತಹ ಕರ್ತನಾಗಿದ್ದಾನೆ. ഈ പ്രത്യാശയുള്ള ദൈവത്തിന്റെ മക്കൾ ആത്മീയമായി ദിവസം തോറും വളർന്നുകൊണ്ടേയിരിക്കണം. ಈ ನಿರೀಕ್ಷೆ ಇರುವಂತಹ ದೇವರ ಮಕ್ಕಳು ಆತ್ಮಿಕವಾಗಿ ದಿನಂಪ್ರತಿ ಬೆಳೆಯುತ್ತಲೇ ಇರಬೇಕು. അതിനൊരു വളർച്ചയെ കുറിച്ച് കാണിക്കുന്നതാണ് എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായം. ಯೆಹೆಜ್ಕೇಲ ಪ್ರವಾದನ ಗ್ರಂಥ 47ನೇ ಸಂಧಿ ಓದುವಾಗ ಒಂದು ಬೆಳವಣಿಗೆಯ ಕುರಿತಾಗಿ ಬರೆಯಲ್ಪಟ್ಟಂತಹ ಭಾಗವಾಗಿದೆ. ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് പുറപ്പെട്ട ഉറവ ഒരു ಆಲಯದ ಹೊಸ್ತಲಿಂದ ಹರಿಯಲ್ಪಟ್ಟಂತ ಹೊರತೆ ಒಂದು ನದಿಯಾಗಿ ಮಾರ್ಪಟ್ಟಿತು. അത് കിഴക്ക് വശത്തു നിന്നാണ് പുറപ്പെടുന്നത്. ಅದು ನೋಡುತ್ತೇವೆ, ಅದು ಮೂಡಲಿಂದ ಅದು ಹರಿಯುತ್ತಾ ಇತ್ತು. അത് ആലയത്തെ ചുറ്റുകയാണ്, പ്രദക്ഷിണം ചെയ്യുകയാണ്. ಅದು ಆಲಯದ ಸುತ್ತಲೂ ಅದು ಸುತ್ತುತ್ತಾ ಇದೆ,
ಪ್ರತೀಕ್ಷೆ ಮಾಡಿ ಅದ ಸುತ್ತುತ್ತಾ ಇದೆ. പ്രവാചകൻ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയിൽ ഇറങ്ങി നിന്നതായിട്ട് അവിടെ വായിക്കുന്നു. ಪ್ರವಾದಿಯು ಹರಿಯುತ್ತಾ ಇರುವಂತ ನದಿಯಲ್ಲಿ ಇಳಿದು ನಿಂತಿದ್ದಾಗೆ ಅಲ್ಲಿ ನಾವು ಓದುತ್ತೇವೆ. പ്രവാചകന്റെ കൈവശം ഒരു അളവ് നൂല്, ഒരു ചരടുണ്ടായിരുന്നു. ಪ್ರವಾದಿಯ ಕೈಯಲ್ಲಿ ಒಂದು ಅಳತೆಯ ನೂಲು ಆತನ ಕೈಯಲ್ಲಿತ್ತು ಎಂಬುದಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. താൻ വെള്ളത്തിൽ ഇറങ്ങി നിന്നപ്പോൾ പ്രവാചകൻ അളന്നു. ಆತನು ನೀರಿನಲ್ಲಿ ಇಳಿದ ಸಂದರ್ಭದಲ್ಲಿ ಪ್ರವಾದಿಯು ಅಳೆಯುತ್ತಾನೆ. പാദത്തോളം വെള്ളമായിട്ടുണ്ട്. ಅಲ್ಲಿ ಆತನು ಅಳೆದಾಗ ಹೆಜ್ಜೆ ಮುಳುಗುವಷ್ಟು ನೀರಿತ್ತು. ചരട് കൊണ്ട് അളന്നപ്പോൾ അത് 1000 മുഴമെന്ന് കണ്ടു. ಆತನು ಆ ಹಗ್ಗದಿಂದ ಅಳೆದಾಗ ಅದು 1000 ಮೊಳ ಎಂಬುದಾಗಿತ್ತು. ഒരു പ്രാവശ്യം ചുറ്റി വീണ്ടും കിഴക്ക് ഭാഗത്ത് വന്നപ്പോൾ വെള്ളം പിന്നെയും ഉയർന്നു. ಆತನು ತಿರುಗಿ ಸುತ್ತಿ ಮೂರಣ ಭಾಗಕ್ಕೆ ಬಂದಾಗ ತಿರುಗಿ ನೀರು ಉನ್ನತ ಎತ್ತರಕ್ಕೆ ಬಂದಿತ್ತು ಎಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. അപ്പോൾ മുട്ടോളം വെള്ളമായതായിട്ട് കണ്ടു. ಆಗ ಆತನ ಮೊಣಕಾಲವರೆಗೆ ನೀರು ಬಂದಿದ್ದಾಗೆ ನಾವು ಕಾಣುತ್ತೇವೆ. വളർന്നപ്പോൾ ആ 2000 മുഴം ഉയർന്നു. ಹಾಗೆ ಹೇಳಿದಾಗ 2000 ಅಡಿಯಷ್ಟು ಆ ಮೊಳದಷ್ಟು ಮೇಲೆ ಬಂದಿತ್ತು. പിന്നെയും വെള്ളം ഉയർന്നുകൊണ്ടിരുന്നു. അളന്നപ്പോൾ അത് 3000 മുഴമായി. അപ്പോൾ അരയോളമായി വെള്ളം എത്തിയിരുന്നു. ಆತನು 3ನೇ ಸಾರಿ ಅಳೆದಾಗ ಸಹ ಅದು 3000 ಮೊಳವಾಗಿ ಅದು ಸೊಂಟದವರೆಗೆ ಬಂತು ಎಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. പിന്നെയും വെള്ളം ഉയർന്നു. നോക്കിയപ്പോൾ തന്റെ തല മൂടത്തക്കവണ്ണം തലയ്ക്കും മീതെ വെള്ളമായിത്തീർന്നു. ತಾನು ಮತ್ತೊಂದು ಸಾರಿ ಅಳೆಯುವಾಗ ತನ್ನ ತಲೆ ಮುಚ್ಚುವ ರೀತಿ ಅಂದ್ರೆ ನೀರು ಏರಿ ಈಜಾಡುವಷ್ಟು ಪ್ರವಾಹವಾಗಿ ಮಾರ್ಪಟ್ಟಿತು. ഇപ്പോൾ 4000 മുഴത്തിന് മേളിൽ വെള്ളം ആയി കഴിഞ്ഞിരിക്കുന്നു. ಈಗಾಗಲೇ 4000 ಮೊಳದಷ್ಟು ನೀರು ಮೇಲೆ ಬಂದಿದೆ. ഈ ഭൂലോകത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ಈ ಭೂಲೋಕದ ಸೃಷ್ಟಿಯ ಕುರಿತಾಗಿ ನಾವು ತಿಳಿದುಕೊಳ್ಳುವಾಗ ദൈവം സൃഷ്ടിച്ച ദിവസം മുതൽ ದೇವರ ಸೃಷ್ಟಿ കാലം വരെ ഏതാണ്ട് പരിശുദ്ധാത്മ പ്രവർത്തനം 1000 മുഴത്തോളം ഉയരത്തിലാണ്. ದೇವರು ಸೃಷ್ಟಿ ಮಾಡಿದ ದಿನದಿಂದ ನೋಹನ ಕಾಲದವರೆಗೆ ಸಾಧಾರಣವಾಗಿ 1000 ಮೊಳದಷ್ಟು ಆಗಿದೆ. 1000 മുഴം വെള്ളം ഉയർന്നപ്പോൾ രക്ഷ പ്രാപിച്ച ഒരു കുടുംബം മാത്രമേ ഉണ്ടായിരുന്നു. 1000 ಮೊಳ ನೀರು ಏರಿದಾಗ ಅದರಿಂದ ರಕ್ಷಣೆ ಒಂದು ತಪ್ಪಿಸಲ್ಪಟ್ಟ ಒಂದೇ ಒಂದು ನೋಹನ ಕುಟುಂಬ ಮಾತ್ರವಿತ್ತು. രണ്ടാമതായിട്ട് നമ്മൾക്ക് കാണുന്നത് അബ്രഹാമിന്റെ കാലം വരെയാണ്. ಎರಡನೆಯದಾಗಿ ನಾವು ಕಾಣುವುದು ಅಬ್ರಹಾಮನ ಕಾಲದವರೆಗೆ. അബ്രഹാമിന്റെ കാലമാകുമ്പോൾ വെള്ളം 2000 മുഴത്തോളം ഉയർന്നു. ಅಬ್ರಹಾಮನ ಕಾಲದವರೆಗೆ ಬಂದಾಗ ನೀರು 2000 ಮೊಳದಷ್ಟು ಏರಿಕೆಯಾಗಿತ್ತು. അപ്പോൾ ഒരു ജനസമൂഹത്തെ മുഴുവൻ ആത്മീകമായി ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന കാലമാണ് അബ്രഹാമിന്റെ കാലം. ಒಂದು ಜನ ಸಮೂಹ ಪೂರ್ತಿಯಾಗಿ ಆತ್ಮೀಕವಾಗಿ ಉನ್ನತಿಗೆ ತರಲು ಎತ್ತರಕ್ಕೆ ತರಲು ಅವಶ್ಯವಾದಂತ ಒಂದು ಕಾಲಗಳಿಗೆ ಆಗಿತ್ತು അബ്രഹാമന കാല. ആ കാലത്തിന് ശേഷം ദാവീദിന്റെ കാലമാകുന്നു. ആ കാലದ ನಂತರ ദാവീദನ കാലವಾಯಿತು. അപ്പോൾ വെള്ളം 3000 മുഴത്തോളം ഉയർന്നു കഴിഞ്ഞു. ಆಗ ನೀರು 3000 ಮೊಳದಷ್ಟು ಮೇಲೆ ಏರಿಕೆಯಾಯಿತು. ആ ദാവീദിന്റെ കാലത്ത് ആലയത്തിനകത്ത് ആത്മാവിൽ ആരാധിക്കുന്ന ദിവ്യമായിരിക്കുന്ന അനുഭവം ഉണ്ടായി. ದಾವೀದನ ಕಾಲದಲ್ಲಿ ಆತ್ಮದಲ್ಲಿ ಆರಾಧಿಸುವಂತ ಆಲಯದೊಳಗೆ ಪ್ರವೇಶ ಮಾಡಿದ ಆಲಯದಲ್ಲಿ ಆತ್ಮದಿಂದ ಆರಾಧನೆ ಮಾಡುವಂತ ಒಂದು ದಿವ್ಯವಾದ ಪ್ರವಾಹಕ್ಕೆ ಅದು ಹೋಲಿಕೆ ಆಯಿತು.
നൃത്തം ചെയ്ത് ആരാധിക്കുന്ന അവസ്ഥ. ದೇವರ ಸಂದಲ್ಲಿ ಕುಣಿದಾಡಿ ಆರಾಧನೆ ಮಾಡುವ ಒಂದು ಹಂತಕ್ಕೆ ತಲುಪಿತು. ദൈവജനത്തിന് ഉറപ്പ് ലഭിക്കുന്ന അരയോളം വെള്ളം ഉയർന്നു. ದೇವಜನರಿಗೆ ಸ್ಥಿರತೆ ಸಿಕ್ಕುವಂತ ಸೊಂಟದವರೆಗೆ ಒಂದು ನೀರು ಏರಿ ಬಂತು. ഉറപ്പേറിയ ദൈവവിശ്വാസം ദാവീദിന്റെ കാലത്തുണ്ട്. ದಾವೀದನ ಕಾಲದಲ್ಲಿ ಬಹಳ ಸ್ಥಿರವಾದ ನಂಬಿಕೆಯು ಜನರಲ್ಲಿತ್ತು. അതിനുശേഷം നാലാമതായിട്ട് വെള്ളം ഉയർത്തപ്പെടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശാരോഹണം വരെയാണ്. ಅದರಿಂದ ನಾಲ್ಕನೇದಾಗಿ ನೋಡುವಾಗ ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯು ಆತನು ಶಿಲುಬೆಗೆ ಹಾಕಲ್ಪಡುವವರೆಗೆ ನಾಲ್ಕನೆಯ ಆ ಏರಿಕೆ ಎಂಬುದಾಗಿ ನಾವು ಕಾಣುವರಾಗಿದ್ದೇವೆ. 4000 മുഴം ഉയർന്നു. ಈಗಾಗಲೇ 4000 ಮೊಳ ನೀರು ಮೇಲೆ ಏರಿ ಬಂದಿದೆ. ദൈവം മനുഷ്യനെ കുറിച്ച് കണ്ടിരുന്ന അവസ്ഥയിൽ പൂർണ്ണതയിലേക്ക് വരത്തക്ക രീതിയിൽ ആത്മീകമായി ദൈവം ലോകത്തെ ഉയർത്തി. ದೇವರು ತನ್ನ ದೃಷ್ಟಿಯಲ್ಲಿ ಕಾಣುವಂತಹ ರೀತಿಯಲ್ಲಿ, ಚಿಂತಿಸದ ರೀತಿಯಲ್ಲಿ ಆತ್ಮೀಕವಾದ ಆ ಮಟ್ಟಕ್ಕೆ ಲೋಕವನ್ನು ದೇವರು ಎತ್ತಿದಾಗೆ ಕಾಣುತ್ತೇವೆ. അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് പെന്തക്കോസ്തു നാളിലെ പരിശുദ്ധാത്മ പ്രവർത്തനമാണ്. ಮುಂದೆ ನಾವು ಕಾಣುವಂತಹ ವಿಷಯವೇನೆಂದರೆ ಪಂಚಾಶತ್ತಮ ದಿನದಲ್ಲಿ ದೇವರ ಪವಿತ್ರಾತ್ಮನ ನಿಜವಾದ ಆ ಕಾರ್ಯವಾಗಿದೆ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാതെ വണ്ണം വെള്ളം അത്രമാത്രം ഉയർന്നിരിക്കുന്ന ആത്മീക പരിതസ്ഥിതിയിലേക്ക് ലോകം മാറ്റപ്പെട്ടു. ಈಜಿ ಅಲ್ಲದೆ ದಾಟಲಾಗದಂತ ತ್ವರೆಯಾಗಿ ಪ್ರವಾಹವಾಗಿ ಅಂತ ಅದು ಆತ್ಮಿಕವಾದ ಉನ್ನತಿಗೆ ನಡೆಸಲ್ಪಟ್ಟಿತು. ആത്മീക നിറവ് അല്ലെ ആത്മസ്നാനം അല്ലെ ആത്മ അഭിഷേകം എന്ന അനുഭവത്തിലേക്ക് ജനമായി തീർന്നു. ಆತ್ಮಿಕವಾದ ಸ್ನಾನ, ಆತ್ಮಿಕವಾಗಿ ತುಂಬಲ್ಪಡುವಿಕೆ, ಆತ್ಮನ್ನು ವಹಿಸಿಕೊಳ್ಳುವಿಕೆ ಎಂಬ ಉನ್ನತವಾದ ಮಟ್ಟಕ್ಕೆ ಜನರು ನಡೆಸಲ್ಪಟ್ಟರು. ആ കാലത്തിനാണ് കൃപായുഗം എന്ന് പറയുന്നത്. ಆ ಕಾಲಕ್ಕೆ ಕೃಪಾಯುಗ ಎಂಬುದಾಗಿ ನಾವು ಕರೀತೇವೆ. ഈ കൃപായുഗത്തിൽ ജീവിക്കുന്ന ദൈവമക്കളെ നമുക്ക് എത്രമാത്രം ആത്മീകമായിട്ട് ഉയരുവാൻ സാധിക്കുമോ അത്രമാത്രം ദൈവം ആത്മീക ഭണ്ഡാരം തുറന്നു തന്നിരിക്കുകയാണ്. ಈ ಕೃಪಾಯುಗದಲ್ಲಿ ಒಬ್ಬ ದೇವಭಕ್ತನು ಎಷ್ಟರ ಮಟ್ಟಿಗೆ ಆತ್ಮಿಕವಾಗಿ ಬೆಳೆಲೆಚ್ಚಿಸುತ್ತಾನೋ ಅಷ್ಟರ ಮಟ್ಟಿಗೆ ആത്മികವಾಗಿ ತನ್ನ ಖಜಾನೆಯನ್ನೇ ದೇವರು ತೆರೆದುಕೊಟ್ಟಿದ್ದಾನೆ. ദൈവമക്കൾ അറിഞ്ഞിരിക്കണം ഞാൻ ആത്മീകമായി എത്രമാത്രം വളർന്നിരിക്കുന്നു എന്ന്. ದೇವರ ಮಕ್ಕಳು ಪ್ರತಿಯೊಬ್ಬರು ತಾವಾಗಿ ತಿಳ್ಕೊಳ್ಳಬೇಕು, ನಾನು ಆತ್ಮಿಕವಾಗಿ ಎಷ್ಟರ ಮಟ್ಟಿಗೆ ಬೆಳವಣಿಗೆ ಆಗಬೇಕು. മലക്കടപ്പിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് ഒന്ന് മുട്ടുന്ന കാണാൻ ഒരമ്മയ്ക്ക് ആഗ്രഹമുള്ളതുപോലെ നമ്മുടെ ദൈവത്തിന് നാം എത്രമാത്രം ആത്മീകമായി വളരണമെന്നുള്ള ആഗ്രഹമുണ്ട്. ಅಂಗಾತವಾಗಿ ಮಲಗಿರುವಂತಹ ಒಂದು ಮಗು ಎದ್ದು ಮೊಣಕಾಲಿನಲ್ಲಿ ತೆವಳುತ್ತಾ ನಡೆಯುವ ಸನ್ನಿವೇಶವನ್ನು ಯಾವ ರೀತಿಯಾಗಿ ಒಂದು ತಾಯಿ ಬಯಸುತ್ತಾಳೋ ಅದೇ ರೀತಿಯಾಗಿ ನಮ್ಮ ಸೃಷ್ಟಿಕರ್ತನು ಆತ್ಮಿಕವಾಗಿ ಹಂತವಾಗಿ ನಾವು ಬೆಳೆಯಬೇಕೆಂಬುದಾಗಿ ದೇವರಾತ್ಮನು ನಮ್ಮಿಂದ ಬಯಸುವನಾಗಿದ್ದಾನೆ. വിളയാത്തയുടെ സമയത്ത് കുഞ്ഞ് ചാടി എഴുന്നേറ്റ് നിൽപ്പാൻ തുടങ്ങുന്നു എന്ന് നമുക്ക് കാണാം. ಆ ಮಗು ಎದ್ದು ನಿಲ್ಲುವಂತಹ ಸಂದರ್ಭವನ್ನು ನಾವು ಕಾಣುವರಾಗಿದ್ದೇವೆ. അത് തന്റെ മാതാപിതാക്കൾക്ക് എത്ര സന്തോഷമാണ്. ಅದು ತನ್ನ ತಂದೆ ತಾಯಿಗಳನ್ನು ನೋಡುವಾಗ ಅವರಿಗೆ ಎಷ್ಟು ಸಂತೋಷವಾಗಿದೆ. പിന്നെയും ആത്മീകമായി ഉണർന്നിട്ട് വളർന്നിട്ട് തലയ്ക്ക് മീതെ വെള്ളം ഉയർന്നതായിട്ടാണ് കാണുന്നത്. ಮತ್ತು ಸಹ ಆತ್ಮೀಕವಾಗಿ ಬೆಳೆದು ತಲೆಯ ನೀರು ಹಬ್ಬಿದ್ದಾಗಿ ನಾವು ಕಾಣುವರಾಗಿದ್ದೇವೆ. അപ്പോൾ തലയ്ക്ക് മീതെ വെള്ളം വന്നു കഴിയുമ്പോൾ പാദങ്ങൾ നിലത്ത് നിൽക്കത്തില്ല. ಆ ತಲೆಯ ಮೇಲೆ ನೀರು ಬಂದಂತಹ ಸಂದರ್ಭದಲ್ಲಿ ಪಾದದಲ್ಲಿ ನಿಲ್ಲಲು ಸಾಧ್ಯವಿಲ್ಲ. പിന്നെ കടപ്പാൻ കഴിയാത്ത നദിയായി വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു നദിയായി തീർന്നു. അപ്പോൾ ആ പാദം വെള്ളത്തിൽ നിന്ന് ഉയരുന്നതാണ് ഈ ലോകത്തോടുള്ള ബന്ധം വിട്ട്
ആത്മാവിൽ ദൈവ മക്കൾ ആരാധിക്കുന്നത്. ಪಾದವು ನೆಲದಿಂದ ಮೇಲೆದ್ದು ಅಂದ್ರೆ ಈಜುವಷ್ಟು ಅನುಭವಕ್ಕೆ ಬಂದಾಗ, ಈಜುವಂತ ಪ್ರವಾಹದ ಅನುಭವಕ್ಕೆ ನಡೆಸಲ್ಪಟ್ಟಾಗ ದೇವರ ಮಕ್ಕಳು ಶಕ್ತವಾಗಿ ಆತ್ಮನ ಶಕ್ತಿಯಿಂದ ದೇವರನ್ನು ಆರಾಧಿಸುವಂತ ವಿಷಯವಾಗಿದೆ. സ്വർഗീയമായ കാഴ്ചപ്പാട് അവിടെയാണ് നിൽക്കുന്നത്. ಪರಲೋಕದ ದಿವ್ಯವಾದ ದೃಷ್ಟಿಯನ್ನು ನಾವಲ್ಲೇ ಕಾಣುತ್ತೇವೆ. ഭൂമിയിൽ നിന്ന് നമ്മുടെ പാദം ഉയർന്നു കഴിയുമ്പോൾ ആമേൻ, പിന്നെ ഉയരത്തിലേക്കുള്ള ആ ദർശനമാണ്. ಭೂಮಿಯಿಂದ ನಮ್ಮ ಪಾದ ಕದಲಿ ಮೇಲೆ ಏಳುವಾಗ ಮತ್ತು ನಮಗೆ ಮುಂದಿರುವಂತಹ ದರ್ಶನವೆಂದ್ರೆ ಅದು ಉನ್ನತವಾದ ಲೋಕ, ಅಂದ್ರೆ ಪರಲೋಕದ ಕಡೆ ಮಾತ್ರ ದೃಷ್ಟಿಯಾಗಿರುತ್ತದೆ. ഒരു വ്യക്തിയെ ദൈവം ആത്മീകമായി അപ്രകാരം ഉയർത്തുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അവർ സ്വർഗീയ ദർശനമുള്ളവരായിത്തീരും. ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನು ದೇವರು ಆತ್ಮಿಕವಾಗಿ ಹಾಗೆ ಎತ್ತುವಾಗ ಅವರು ಪರಲೋಕದ ದರ್ಶನವುಳ್ಳವರಾಗಬೇಕು. വിശുദ്ധ പൗലോസിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ, ನಮ್ಮ ಪರಿಶುದ್ಧನಾದಂತ ಪೌಲನ ಕುರಿತಾಗಿ ನಾವು ಕಲಿಯುವಾಗ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാത്തവനായി ജീവിപ്പാൻ താൻ പഠിച്ചു. ಪರಲೋಕದ ದರ್ಶನಕ್ಕೆ ಯಾವ ಕಾರಣಕ್ಕೂ ಅವಿಧೇಯನಾಗಿದೆ, ಯಾವಾಗಲೂ ವಿಧೇಯನಾಗಿ ಜೀವಿಸುವುದಕ್ಕೆ ತಾನು ಕಲಿತುಕೊಂಡನು. കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് താൻ വരുന്നിടം വരെ താൻ ഒരു ഉന്നതനാകണം, താൻ വലിയൊരു ജ്ഞാനിയാകണം, താൻ ഒരു പ്രസിദ്ധനാകണം, ഒരു ധനവാനാകണം, ഒരു പൗരനാകണം എന്നൊക്കെയുള്ള ഒത്തിരി 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 ചിന്താഗതികൾ ഉണ്ടായിരുന്നു. ಪೌಲನ ಕುರಿತಾಗಿ ನೋಡುವಾಗ ಆತನು ಕರ್ತನ ಸನ್ನಿಧಿಗೆ ಬರುವ ಮೊದಲು ತಾನೊಂದು ಉನ್ನತನಾಗಬೇಕು, ಪದವಿಯುಳ್ಳನಾಗಬೇಕು, ಹಣ ಸಂಪಾದಿಸಬೇಕು, ಪ್ರಖ್ಯಾತಿ ಗಳಿಸಬೇಕು, ಹೀಗೆಲ್ಲ ಅಂತ ಆಸ್ತಿಗಳು ಮಾತ್ರವೇ ಆತನಲ್ಲಿದ್ದು. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടതിന് ശേഷം താൻ പറയുന്നത് എന്താണ്? ഇതെല്ലാം ഞാൻ ചവറെന്നെണ്ണുന്നു. ಆದ ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯನ್ನು ತಾನು ತಿಳಿದ ಮೇಲೆ ಪೌಲನು ಹೇಳುವ ಮಾತೆಂದ್ರೆ, ಇವೆಲ್ಲವನ್ನು ನಾನು ಕೇವಲ ಕಸವೆಂದು ಎಣಿಸುತ್ತೇನೆ. ആ ദർശനത്തിലേക്ക് മനുഷ്യനായിത്തീരണം. ಆ ದರ್ಶನಕ್ಕೆ ಮನುಷ್ಯರು ಆಗಿ ತೀರಬೇಕು. ഈ ലോകത്തിൽ നാം എന്തെല്ലാം വശപ്പെടുത്തിയാലും നമുക്ക് കൈമലർത്തിയിട്ടേ കടന്നു പോകത്തുള്ളൂ. ಈ ಲೋಕದಲ್ಲಿ ಏನೆಲ್ಲ ನಾವು ಸಂಪಾದಿಸಿಕೊಂಡ್ರು ನಾವು ಏನು ಇಲ್ಲದವರಾಗಿ ಬರಿಗೈಯಾಗೆ ಹೋಗಬೇಕಾಗಿದೆ. ഗ്രീസിന്റെ ചക്രവർത്തിയായിരിക്കുന്ന അലക്സാണ്ടർ ഒരു വലിയ സത്യത്തെ വിളിച്ചറിയിച്ചു. ಗ್ರೀಸಿನ ಚಕ್ರವರ್ತಿಯಾದ ಅಲೆಕ್ಸಾಂಡರ್ ದೊಡ್ಡ ಒಂದು ಸತ್ಯವನ್ನು ಈ ಕುರಿತಾಗಿ ತಿಳಿಸುತ್ತಾನೆ. 33 വർഷം രാജ്യങ്ങളെയെല്ലാം പിടിച്ചടക്കി അവസാനം ഒരു 33 വർഷം കഴിഞ്ഞപ്പോൾ മരണം തന്നെ പിടിപെടാൻ സമയമായി. 33 ವರ್ಷಗಳಲ್ಲಿ ರಾಜ್ಯವನ್ನೆಲ್ಲ ಹಿಡಿದು ಸಂಪಾದಿಸಿ ಉನ್ನತವಾದ ಅನುಭವಕ್ಕೆ ಬಂದನು. ಆದರೆ 33ನೇ ವರ್ಷದಲ್ಲಿ ഈ ലോകವನ್ನು ആತನು ಬಿಡಬೇಕಾದ ಪರಿಸ್ಥಿತಿ ಉಂಟಾಯಿತು. ലോകത്തോട് വിളിച്ചറിയിച്ചു, എന്നെ സംസ്കരിക്കാൻ പോകുമ്പോൾ എൻ്റെ പെട്ടിയിൽ എൻ്റെ കൈകൾ മലർത്തിയിരിക്കണം. ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല, ഒന്നും കൊണ്ടുപോകുന്നുമില്ല. ಆತನು ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳ್ತಾನೆ, ನನ್ನ ಶವಸಂಸ್ಕಾರಕ್ಕೆ ಹೋಗುವಾಗ ನನ್ನ ಶವಪೆಟ್ಟಿಗೆಯಲ್ಲಿ ನಾನು 2 ಕೈಗಳು ಹೊರಗೆ ಹಾಕಲ್ಪಡಬೇಕು. ಅದು ಏನಂದ್ರೆ ಹೀಗೆ ತೋರಿಸುತ್ತದೆ, ನಾನು ಏನು ಇಲ್ಲದವನಾಗಿ ಬಂದನು, ನಾನು ಹೋಗುವಾಗ ಸಹ ಏನು ಇಲ್ಲದವನಾಗಿ ಹೋಗುತ್ತೇನೆಂಬುದಾಗಿ ಇಡೀ ಲೋಕ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಕು. പരാക്രമശാലികളായ അനേകർക്കും ചിന്തിപ്പാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ യാതൊന്നും നമുക്കില്ല, നാം വെറും പരദേശികളെ പോലെ പാർക്കും. ಈ ಲೋಕದಲ್ಲಿ ಎಷ್ಟೇ ಪರಾಕ್ರಮಶಾಲಿಗಳು, ಉನ್ನತರಾದ ವ್ಯಕ್ತಿಗಳು ಚಿಂತಿಸಬೇಕಾದ ಒಂದು ಸತ್ಯವಿದೆ. ಈ ಲೋಕದಲ್ಲಿ ನಮಗೇನು ಇಲ್ಲ, ಎಲ್ಲ ನಾವು ಬಿಡಬೇಕಾಗುತ್ತೆ. ಹೋಗುವಾಗ ನಾವು ಕೇವಲ ಪ್ರವಾಸಿಗಳಾಗಿದ್ದೇವೆ, ಏನು ಇಲ್ಲದವರಾಗಿ ಬರಿಗೈಯಲ್ಲೇ ಪ್ರತಿಯೊಬ್ಬರು ಹೋಗಬೇಕಾಗಿದೆ. മനുഷ്യൻ എത്ര മാത്രം താഴ്ന്ന അവസ്ഥയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. ಮನುಷ್ಯನು ಎಷ್ಟು ಕೆಳಗಿನ ಅವಸ್ಥೆಯಲ್ಲಿ, ತಗ್ಗಿನ ಅವಸ್ಥೆಯಲ್ಲಿ ಸೃಷ್ಟಿಸಲ್ಪಟ್ಟವನಾಗಿದ್ದಾನೆ.
ഒരു ശ്വാസത്തിന്റെ ശക്തിയിലാണ് നിൽക്കുന്നത്. ಕೇವಲ ಒಂದು ಉಸಿರಿನ ಶಕ್ತಿಯಲ್ಲಿ ಒಬ್ಬ ಮನುಷ್ಯನ ಜೀವ ನೆಲೆಗೊಂಡಿದೆ. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, അതേ മനുഷ്യൻ അപ്രകാരം കടന്നു പോകുന്നു. ಹುಲ್ಲು ಒಣಗಿ ಹೋಗುತ್ತದೆ, ಹೂವು ಬಾಡಿ ಹೋಗುತ್ತದೆ, ಅದೇ ಪ್ರಕಾರವಾಗಿ ಒಬ್ಬ ಮಾನವನು ಸಹ ನಾಶವಾಗಿ ಹೋಗುತ್ತಾನೆ. എന്നാൽ നാം ഇന്ന് ആയിരിക്കുന്ന പശ്ചാത്തലത്തിൽ നമുക്ക് ഹല്ലേലൂയ, നാം വെറും നിസ്സാരന്മാരെങ്കിൽ തന്നെയും, വെറും മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവരെങ്കിലും നാം ഏറ്റവും മഹത്തായ രീതിയിൽ കാണപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ಆದ್ರೆ ನಮ್ಮಿಂದ ಕರ್ತನು ಬಯಸುವುದೇ ಅಂದ್ರೆ ನಾವು ಸಾಧಾರಣವಾದ ವ್ಯಕ್ತಿಗಳಾಗಿದ್ರು, ಮಣ್ಣಿಂದ ನಿರ್ಮಾಣ ಮಾಡಲ್ಪಟ್ಟವರಾದ್ರೂ ಸಹ ಒಂದೊಳ್ಳೆ ಮಹಿಮಾ ಪದವಿಯಲ್ಲಿ ನಾವು ಕಾಣಬೇಕೆಂಬುದಾಗಿ ನಮ್ಮ ಸೃಷ್ಟಿಕರ್ತನು ನಮ್ಮ ಕುರಿತಾಗಿ ಚಿಂತಿಸುವನಾಗಿದ್ದಾನೆ. അപ്പോസ്തലനായ പത്രോസും പൗലോസും യോഹന്നാനും ഒക്കെ ആ ദിവ്യമായ ദർശനമായിരുന്നു അവരുടെ ജീവിതത്തിലെ പ്രത്യാശ. ಅಪೊಸ್ತಲರಾದ ಪೇತ್ರ, ಯೋಹಾನ ಅವರೆಲ್ಲ ಅವರ ಜೀವಿತದ ಮುಖ್ಯವಾದ ದರ್ಶನ ಅದೇ ಆಗಿತ್ತೆಂಬುದಾಗಿ ನೋಡ್ತೇವೆ. സങ്കീർത്തന പുസ്തകത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ജ്ഞാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ಜ್ಞಾನವಾದ ವ್ಯಕ್ತಿಯು ಎಷ್ಟು ಜ್ಞಾನನಾಗಿದ್ರು ಸಹ ವಿವೇಕವಿಲ್ಲದವನಾಗಿ ತೀರಿದರೆ ಕೇವಲ ಪಶುಗಳಿಗೆ ಸಮಾನ ಎಂಬುದಾಗಿ ದೇವರ ವಾಕ್ಯ ಹೇಳುತ್ತದೆ. പശുക്കൾ ചത്തുപോകുന്നു, ಪಶುಗಳು ಸತ್ತು ಹೋಗುತ್ತವೆ, മനുഷ്യൻ മരിച്ചു പോകുന്നു. ಮನುಷ್ಯನು ಮರಣ ಹೊಂದುತ್ತಾನೆ. സ്തോത്രം. മൃഗങ്ങളും പക്ഷികളും ഒക്കെ ചത്ത് ഭൂമിക്ക് വളമായി തീരുന്നു. ಮೃಗಗಳು ಪಕ್ಷಿಗಳೆಲ್ಲ ಸತ್ತು ಭೂಮಿಗೆ ಗೊಬ್ಬರವಾಗಿ ತೀರುತ್ತಾರೆ. എന്നാൽ മനുഷ്യനോ, സലോമോൻ പറയുന്നു, അവന്റെ ആത്മാവ് നൽകിയവങ്ങളിലേക്ക് മടങ്ങിപ്പോകും. ಆದ್ರೆ ಮನುಷ್ಯನ ಕುರಿತಾಗಿ ಓದುವಾಗ ಸಲೋಮನ್ ಹೇಳ್ತಾನೆ, ಆತನ ಆತ್ಮನು ಜೀವದಾಯಕನು ಜೀವವನ್ನು ಕೊಟ್ಟಾತನಲ್ಲಿಗೆ ಹಿಂದಿರುಗಿ ಹೋಗುತ್ತದೆ. നമുക്ക് ആത്മാവിനെ തന്ന, ജീവനെ തന്ന ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ആത്മാവ് ഹല്ലേലൂയ എടുക്കപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യകരമായ അനുഭവം. ನಮ್ಮ ಜೀವಿತದ ನಮ್ಮ ಆತ್ಮವನ್ನು ಜೀವವನ್ನು ಕೊಟ್ಟಂತ ಜೀವದಾಯಕನ ಕಡೆಗೆ ಹಿಂದಿರುಗಿ ಹೋಗುತ್ತೆ ಎಂಬ ಸತ್ಯವಾಗಿದೆ. ಒಂದು ಸೌಭಾಗ್ಯಕರವಾದ ಅನುಭವ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ವಾಕ್ಯವನ್ನು ಕೇಳುತ್ತಾ ಇರುವಂತಹ നടത്തപ്പെടുന്നവരായി തീരുക. ದೇವರ ಆತ್ಮನ ಮೂಲಕವಾಗಿ ನಡೆಸಲ್ಪಡುವವರಾಗಿರಬೇಕು. നാം ഭാഗ്യകരമായ പ്രത്യാശയുള്ളവരായി തീരുക. ನಾವು ಭಾಗ್ಯಕರವಾದ ಒಂದು ನಿರೀಕ್ಷೆ ಉಳ್ಳವರಾಗಿ ತೀರಬೇಕು. ആത്മീകമായി നാം വളർത്തപ്പെട്ടാൽ നാം ആ പ്രത്യാശയുള്ളവരായി തീരുന്നു. ಆತ್ಮೀಕವಾಗಿ ನಾವು ಬೆಳೆಯಲ್ಪಟ್ಟರೆ ಅದೇ ನಿರೀಕ್ಷೆ ಉಳ್ಳವರಾಗಿ ನಾವು ತೀರುತ್ತೇವೆ. നമുക്ക് ദൈവം നൽകപ്പെട്ടിരിക്കുന്ന ചെറിയ ആയുഷ്കാലത്ത് നാം എത്രമാത്രം ആത്മീകമായി വളർന്നവരായി കാണപ്പെടുന്നു എന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതായ ഒരു വിഷയമാണ്. ನಮಗೆ ಕೊಟ್ಟಿರುವಂತಹ ಈ ಸಣ್ಣ ಈ ಆಯುಸ್ಸಿನಲ್ಲಿ ಎಷ್ಟರ ಮಟ್ಟಿಗೆ ಆತ್ಮಿಕವಾಗಿ ನಾವು ಬೆಳವಣಿಗೆ ಹೊಂದಿದ್ದೆ ಎಂಬುದಾಗಿ ವ್ಯಕ್ತಿಗತವಾಗಿ ಪ್ರತಿಯೊಬ್ಬರು ಚಿಂತಿಸಬೇಕಾದಂತಹ ವಿಷಯವಾಗಿದೆ. ആത്മീകമായി വളർത്തപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ നീന്തി കുളിക്കുന്ന സന്തോഷത്തിലേക്ക് വരുന്നു. ಆತ್ಮಿಕವಾಗಿ ಉನ್ನತಿಗೆ ನಾವು ತಲುಪಿದಾಗ ಅಲ್ಲಿ ಈಜುವಂತ ಆ ಪ್ರವಾಹಕ ಅನುಭವಕ್ಕೆ ನಾವು ತಲುಪುತ್ತೇವೆ. ആ സന്ദർഭത്തിലാണ് നമ്മുടെ ആത്മാവിനൊരു സംതൃപ്തി ഉണ്ടാകുന്നത്. ಅದೇ ಸಂದರ್ಭದಲ್ಲಿ ನಮ್ಮ ಆತ್ಮಕ್ಕೆ ನಿಜವಾದ ಒಂದು ಸಂತೃಪ್ತಿ ಉಂಟಾಗುತ್ತದೆ. ഞാൻ ചൂണ്ടി പറയുകയാണ്, നീ ധനവാനായിരിക്കാം, നീ ആരോഗ്യവാനായിരിക്കാം, നീ ഉന്നത വ്യക്തി ആയിരിക്കാം, നിന്റെ മനസ്സിനകത്തൊരു ശൂന്യത ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. ನಾನು ವ್ಯಕ್ತವಾಗಿ ಕೇಳುವಂತ ಪ್ರಶ್ನೆ ಏನೆಂದರೆ, ನೀವು ಹಣವಂತರಾಗಿರ್ಬೋದು, ಉನ್ನತವಾದ ವ್ಯಕ್ತಿ ಆಗಿರ್ಬೋದು,
ಉನ್ನತವಾದ ಸ್ಥಾನಮಾನಗಳು ಉಂಟಾದ ವ್ಯಕ್ತಿ ಆಗಿರಬಹುದು. ಅದರ ನಿಮ್ಮ ಜೀವಿತದೊಳಗೆ ಯಥಾರ್ಥವಾದ ಅನುಭವವಿಲ್ಲದೆ, ತುಂಬಲ್ಪಟ್ಟ ಅನುಭವವಿಲ್ಲದೆ ಒಂದು ಶೂನ್ಯತೆಯ ಅನುಭವವಿದೆಯೋ? ആ ശൂന്യത മാറുന്നത് ദൈവത്തിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിലുള്ളതായ പൂർണ്ണമായിരിക്കുന്ന ಆಶ್ರಯത്തിലാണ് ಅದು നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്നത്. ಆ ಶೂನ್ಯತೆ ನಮ್ಮಲ್ಲಿ ಇಲ್ಲವಾಗುವುದು ಹೇಗೆಂದರೆ, ದೇವರಲ್ಲಿರುವಂತ ನಂಬಿಕೆ, ಯೇಸು ಸ್ವಾಮಿಲಿರುವಂತ ಪೂರ್ಣವಾದ ಭರವಸೆ ಮುಖಾಂತರವಾಗಿ ನಾವು ನಿಜವಾಗಿಯೂ ಶೂನ್ಯತೆ ಇಲ್ಲದವರಾಗಿ ತುಂಬಲ್ಪಟ್ಟ ಅನುಭವಕ್ಕೆ ನಡೆಸಲ್ಪಡುತ್ತೇವೆ. ഈ അനുഭവത്തിലേക്ക് വരിക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്തായ ഭാഗ്യം. ಈ ಅನುಭವಕ್ಕೆ ಬರುವುದೇ ಕ್ರಿಸ್ತ ಜೀವಿತದ ಬಹಳ ಮಹಿಮಾ ಪದವಿ ಎಂಬುದಾಗಿ ನಾವು ಎಣಿಸುತ್ತೇವೆ. ദൈവത്തിന് സ്തോത്രം. ದೇವರ ನಾಮಕ್ಕೆ ಸ್ತೋತ್ರವಾಗಲಿ. ദൈവം നമ്മളെ ഈ അനുഭവത്തിലേക്ക് നടത്തിയത് ഓർക്കുമ്പോൾ എത്രമാത്രം നാം ദൈവത്തിന് സ്തുതി കരയറ്റണം. ದೇವರು ಈ ಅನುಭವಕ್ಕೆ ನಡೆಸಿದ್ದನ್ನು ನಾವು ನೆನೆಸುವಾಗ ಎಷ್ಟರ ಮಟ್ಟಿಗೆ ದೇವರ ಸಂದಲ್ಲಿ ನಾವು ಸ್ತುತಿಯನ್ನು, ಸ್ತೋತ್ರವನ್ನು ಸಲ್ಲಿಸಬೇಕಾಗಿದೆ. ഒരിക്കലും അപ്രകാരം ഒരു അവസ്ഥയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചവരല്ല നാം. ಯಾವ ಕಾರಣಕ್ಕೂ ಆ ರೀತಿಯ ಆ ಅನುಭವಕ್ಕೆ ನಡೆಸಲ್ಪಟ್ಟು ನಡುತ್ತೇವೆಂಬುದಾಗಿ ನಾವು ಚಿಂತಿಸಿರಲಿಲ್ಲ. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം അവന്റെ കരുണയുടെ വൈഹത്വപ്രകാരം നമ്മുടെ ലംഘനങ്ങളെ ദൈവം മായിച്ചു കളഞ്ഞിരിക്കുന്നു. ಆದರೆ ಕರುಣಾ ಸಂಪನ್ನ ದೇವರು ಆತನ ಕರುಣೆಯ ಪ್ರಭಾವಕ್ಕೆ ತಕ್ಕ ಹಾಗೆ ನಮ್ಮ ಅಪರಾಧಗಳನ್ನು, ನಮ್ಮ ತಪ್ಪುಗಳನ್ನು ಸಂಪೂರ್ಣವಾಗಿ ಅಳಿಸಿಬಿಟ್ಟರು. ഇപ്പോൾ നാം ആരാണ്? ಈಗ ನಾವು ಯಾರಾಗಿದ್ದೇವೆ? ദൈവ മക്കളാಗಿದ್ದಾರೆ. ನಾವೀಗ ದೇವರ ಮಕ್ಕಳಾಗಿದ್ದೇವೆ. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോഹന്നാന്റെ 1 അധ്യായം വായിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നാം ആരായി തീരും എന്നുള്ളത് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ಯೋಹಾನ್ನ 3ನೇ ಪತ್ರಿಕೆಯನ್ನು ಓದುವ ಸಂದರ್ಭದಲ್ಲಿ ನಮ್ಮ ಕರ್ತನು ಪ್ರತ್ಯಕ್ಷನಾಗುವಾಗ ನಾವು ಯಾರಾಗಿ ತೀರುತ್ತೆ ಎಂಬುದಾಗಿ ವ್ಯಕ್ತವಾಗಿ ಅಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ആനിരിക്കുന്ന പോലെ നമ്മളും ആയിത്തീരുക. ಆತನಿರುವ ಹಾಗೆ ನಾವು ಇರುತ್ತೇವೆ ಎಂಬುದಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ആ പ്രത്യാശയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ಅದೇ ನಿರೀಕ್ಷೆಯನ್ನು ದೇವರ ಮಕ್ಕಳಾದ ನಮಗೆ ದೇವರು ಕೊಟ್ಟಿರುವಂತದ್ದು. ആയതുകൊണ്ട് ദൈവമക്കളെ, ഈ ആത്മാവാകുന്ന ദൈവത്തിന്റെ ഈ മഹാനദിയിൽ ഇറങ്ങി ആത്മീക സന്തോഷം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാണ് നാം. ಈ ಆತ್ಮನಾದ ನದಿಯಲ್ಲಿ ಇಳಿದು ಆ ಆತ್ಮಿಕವಾದ ಸಂತೋಷವನ್ನು ಹೊಂದಿಕೊಳ್ಳುವುದಕ್ಕೋಸ್ಕರವಾಗಿ ನಾವೆಲ್ಲರೂ ಕರೆಯಲ್ಪಟ್ಟಿದ್ದೇವೆ. അങ്ങനെ വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തെയാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയപ്പെടുന്നത്. ಹಾಗೆ ಕರೆಯಲ್ಪಟ್ಟವರ ಗುಂಪಿಗೆ ದೇವರ ಸಭೆ ಎಂಬುದಾಗಿ ನಾವು ಹೇಳುವುದು. മതാന്തരം ചെയ്തവരല്ല, ನಾವು ಮತಾಂತರ ಮಾಡಲ್ಪಟ್ಟವರಲ್ಲ, മനസ്സിന് മാറ്റം സംഭവിച്ചവർ. ನಮ್ಮ ಮನಸ್ಸಿಗೆ ರೂಪಾಂತರ ಸಂಭವಿಸಲ್ಪಟ್ಟವರಾಗಿದ್ದೇವೆ. പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞ് മാറ്റപ്പെട്ടവർ. ಹಳೆಯ ಮನುಷ್ಯನು ಆತನ ಎಲ್ಲಾ ಕೃತ್ಯಗಳೊಟ್ಟಿಗೆ ಸಂಪೂರ್ಣವಾಗಿ ಸುಲಿದು ಬಿಸಾಡಲ್ಪಟ್ಟವರಾಗಿದ್ದೇವೆ. ನಾವು പുതിയ മനുഷ്യരാണ്. ನಾವೀಗ ನೂತನ ಮನುಷ್ಯರಾಗಿದ್ದೇವೆ. വീണ്ടും ജനിക്കപ്പെട്ടവരാണ്. ನಾವು ಹೊಸದಾಗಿ ಹುಟ್ಟಲ್ಪಟ್ಟವರಾಗಿದ್ದೇವೆ. നാം എങ്ങനെ ജനിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ನಾನು ಹೇಗೆ ಹುಟ್ಟಿದನು ಎಂಬುದಾಗಿ ಕೇಳಿದರೆ, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ ജനിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ പത്രോസ് പ്രസ്താവിച്ചിരിക്കുന്നു. ಕೆಡುವಂತ ಬೀಜದಲ್ಲ, ಕೆಡದೇ ಇರುವಂತ ಬೀಜದಿಂದ ನಾವು ಪರಿಶುದ್ಧರಾಗಿ ಹುಟ್ಟಿದೆ ಎಂಬುದಾಗಿ ಪೇತ್ರನು ಈ ಕುರಿತಾಗಿ ಹೇಳುವನಾಗಿದ್ದಾನೆ. ആത്മാവിനാൽ ജനിക്കപ്പെട്ടവർ, ಆತ್ಮನ ಮೂಲಕವಾಗಿ ಹುಟ್ಟಲ್ಪಟ್ಟವರು. ഹല്ലേലൂയ. വെള്ളമെന്ന് പറയുമ്പോൾ വചനത്തെയും വെള്ളത്തോട് സാമ്യപ്പെടുത്തിയിരിക്കുന്നു. ನೀರು ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ದೇವರ ವಾಕ್ಯವನ್ನು ನೀರಿಗೆ ಹೋಲಿಸಿದ್ದಾರೆ. നാം വചനത്താലും ആത്മാവിനാലും ജനിക്കപ്പെട്ടവർ.
ನಾವು ವಾಕ್ಯದ ಮುಖಾಂತರವಾಗಿಯೂ ആത്മന മുഖാന്തരವಾಗಿಯೂ ಹುಟ್ಟಲ್ಪಟ್ಟವರಾಗಿದ್ದೇವೆ. നിക്കോദിമോസിനോട് യേശു പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല. ನಿಕೋದೇಮನಿಗೆ ಯೇಸು ಸ್ವಾಮಿ ಹೇಳುತ್ತಾನೆ, ಆತ್ಮನಿಂದಲೂ ನೀರಿಂದಲೂ ಹುಟ್ಟಲ್ಪಡದೇ ಇದ್ದರೆ ದೇವರ ರಾಜ್ಯಕ್ಕೆ ನೀನು ಸೇರುವುದಿಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳುತ್ತಾನೆ. ഇത് ഗ്രഹിപ്പാൻ കഴിയാത്ത ഒരു വലിയ രഹസ്യമാണ്. ಇದು ನಮಗೆ ಗ್ರಹಿಸಲು ಅಸಾಧ್ಯವಾದಂತ ಒಂದು ರಹಸ್ಯವಾಗಿದೆ. ഉപദേഷ്ടാവായിരിക്കുന്ന നിക്കോദിമോസ് ചോദിച്ചു, മനുഷ്യൻ വൃദ്ധനായതിനു ശേഷം വീണ്ടും ഒരു ജനിക്കാൻ അമ്മയുടെ ഉദരത്തിൽ കടന്ന് പ്രവേശിച്ച ഒരു ജനനം ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നു. ಬೋಧಕನಾದಂತ ನಿಕೋದೇಮನಿಗೆ ಯೇಸು ಸ್ವಾಮಿ ತಿರುಗಿ ಪ್ರಶ್ನಿಸುತ್ತಾನೆ, ಒಬ್ಬ ವ್ಯಕ್ತಿಯು ತಿರುಗಿ ತನ್ನ ತಾಯಿಯ ಗರ್ಭಾಶಯದೊಳಗೆ ಪ್ರವೇಶ ಮಾಡಿ ಆತನು ಹುಟ್ಟೋದಕ್ಕೆ ಸಾಧ್ಯವೋ ಎಂಬುದಾಗಿ ಪ್ರಶ್ನಿಸುತ್ತಾನೆ. സർവശക്തനായ കർത്താവ് ദൈവത്തിന്റെ പുത്രൻ പറഞ്ഞ ഉത്തരം എന്താ? ആമേൻ ആമേൻ, സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ಯೇಸು ಸ್ವಾಮಿ ಬಹಳ ಸೌಮ್ಯವಾಗಿ ಅವನಿಗೆ ಉತ್ತರ ಕೊಡುತ್ತಾನೆ, ನಿನಗೆ ನಿಜವಾಗಿ ಹೇಳುತ್ತೇನೆ, ನೀರಿನಿಂದಲೂ ಆತ್ಮನಿಂದಲೂ ಒಬ್ಬನು ಹುಟ್ಟದಿದ್ದರೆ ಆತನು ದೇವರ ರಾಜ್ಯಕ್ಕೆ ಬಾಧ್ಯನಾಗಲಾರನು ಎಂಬುದಾಗಿ. ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് വെള്ളം പുറപ്പെടുന്നു. ದೇವರ ಆಲಯದಿಂದ ನೀರು ಹೊರಡುತ್ತಾ ಇದೆ. ദൈവത്തിന്റെ സഭയുടെ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, വചനത്താൽ ജനത്തെ ജനിപ്പിക്കുക എന്നുള്ളത്. ದೇವರ ಸಭೆಯ ಮುಖ್ಯವಾದಂತ ಜವಾಬ್ದಾರಿಕೆ ಏನೆಂದರೆ ದೇವರ ವಾಕ್ಯದ ಮುಖಾಂತರವಾಗಿ ವ್ಯಕ್ತಿ ಜೀವಿತಗಳನ್ನು ആത്മಗಳನ್ನು ಹುಟ್ಟಿಸುವಂತಹ ಕೆಲಸ ಮಾಡಬೇಕು. ദൈവത്തിന്റെ സഭയുടെ മറ്റൊരു ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ, ജനിക്കപ്പെട്ട തലമുറയെ വളർത്തുക. ഹല്ലേലൂയ, ദൈവം ഉദ്ദേശിക്കുന്ന സ്ഥാനം വരെയും അവർ വളർന്നതായി കാണപ്പെടണമെന്ന് ദൈവത്തിന്റെ സഭ പഠിപ്പിക്കുന്നു. ದೇವರ ಸಭೆಯ ಮುಖ್ಯವಾದಂತಹ ಜವಾಬ್ದಾರಿಕೆ ಅಂದ್ರೆ ಬರಲ್ಪಟ್ಟ ಜನರು, ಹೊಸದಾಗಿ ಬಂದಂತಹ ಜನರು, ಅವರು ಯಥಾರ್ಥವಾಗಿ ದೇವಸಂದಲ್ಲಿ ಬೆಳೆಯಲ್ಪಟ್ಟ ಅನುಭವದಲ್ಲಿ ಅವ್ರನ್ನ ಕಾಣಪಡಬೇಕೆಂಬುದಾಗಿ ಸಭೆಯ ಜವಾಬ್ದಾರಿಕೆಯಾಗಿದೆ. നാം ഹല്ലേലൂയ നീന്തി കളിക്കുന്നവരായി വളർത്തപ്പെടണം. ನಾವು ಈಜಿ ಹರಿದಾಡುವ ಪ್ರವಾಹಕ್ಕೆ ನಾವು ನಡೆಸಲ್ಪಡಬೇಕು. വിശുദ്ധനായ പൗലോസ് പറയുന്നു, ഞാൻ എല്ലാവരെക്കാളും അധികം അന്യഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ಅಪೊಸ್ತಲನಾದ ಪೌಲನು ಹೇಳ್ತಾನೆ, ಎಲ್ಲರಿಗಿಂತ ಹೆಚ್ಚಾಗಿ ಅನ್ಯ ಭಾಷೆಯಿಂದ ನಾನು ಆಡುವುದರಿಂದ ನಾನು ದೇವರನ್ನ ಹೆಚ್ಚಾಗಿ ಸ್ತುತಿಸುತ್ತಾ ಇದ್ದೇನೆ. അന്യഭാഷയിൽ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ പൗലോസ് അത് വിടർത്തി പറയുകയാണ്, അന്യഭാഷയിൽ സംസാരിക്കുന്നവർ ദൈവത്തോട് സംസാരിക്കുന്നു എന്നാണ് പറയുന്നത്. ಅನ್ಯಭಾಷೆ ಕುರಿತಾಗಿ ಪೌಲನು ವಿವರಣೆ ಮಾಡುವಾಗ, ಅನ್ಯಭಾಷೆ ಮಾತಾಡುವನು ಆತನು ಮನುಷ್ಯರೊಟ್ಟಿಗಲ್ಲ ದೇವರೊಟ್ಟಿಗೆ ಮಾತಾಡುತ್ತಾನೆ ಎಂಬುದಾಗಿ ಹೇಳುತ್ತಾನೆ. അന്യഭാഷയിൽ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവം നിന്നോട് സംസാരിക്കുന്നു. ಅನ್ಯಭಾಷೆಯಿಂದ ಒಂದು ವೇಳೆ ಪ್ರಾರ್ಥನೆ ಮಾಡುವುದಾದ್ರೆ ನೀನು ದೇವರೊಟ್ಟಿಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಾ ಇದೀಯಾ, ದೇವರೊಟ್ಟಿಗೆ ಸಂಭಾಷಿಸ್ತಾ ಇದೀಯಾ, ದೇವರು ನಿನ್ನೊಟ್ಟಿಗೆ ಮಾತನಾಡುವನಾಗಿದ್ದಾನೆ. ആത്മാവിന്റെ ശക്തിയാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കപ്പെടുന്നു. ಆತ್ಮನ ಶಕ್ತಿಯ ಮೂಲಕವಾಗಿ ನಾವು ಮಾಡಿದ ಪ್ರಾರ್ಥನೆಗೆ ಉತ್ತರವು ಲಭಿಸುತ್ತದೆ. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയും ആത്മാവിന്റെ ശക്തിയും ഹല്ലേലൂയ നമ്മളിൽ നിന്ന് പുറപ്പെടുന്നു. ದೇವರ ವಾಕ್ಯದ ಶಕ್ತಿಯು ಆತ್ಮನ ಶಕ್ತಿಯು ನಮ್ಮೊಳಗಿಂದ ಹೊರಗೆ ಹೊರಡುತ್ತದೆ. ഒരനുഭവ സാക്ഷി ഞാൻ പറയട്ടെ. ಒಂದು ಅನುಭವ ಸಾಕ್ಷಿ ನಾನು ಹೇಳ್ತೇನೆ. എനിക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുന്ന പ്രിയ സഹോദരന്റെ പിതാവ് മണിപ്പാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഒരു സന്ദർഭം. ನನಗೆ ಟ್ರಾನ್ಸ್ಲೇಷನ್ ಮಾಡ್ತೀವ ಪ್ರಿಯ ಸಹೋದರನ ತಂದೆಯವರು ಮಣಿಪಾಲ್ ಹಾಸ್ಪಿಟಲ್ ಅಲ್ಲಿ ಅಡ್ಮಿಟ್ ಆಗಿರುವ ಒಂದು ಸಂದರ್ಭ. അനേക വർഷങ്ങൾക്കപ്പുറം നടന്ന ഒരു സംഭവമാണ്. ಅನೇಕ ವರ್ಷಗಳ ಹಿಂದೆ ನಡೆದಂತ ಒಂದು ಸಂಭವ ಇದೆ. ആ പ്രിയപ്പെട്ട സഹോദരനെ കാണാനായിട്ട് ഞാൻ ആ ഹോസ്പിറ്റലിൽ കടന്നിരുന്നു. ಆ ಪ್ರಿಯ ಸಹೋದರನ್ನು ಕಾಣೋದಕ್ಕೋಸ್ಕರವಾಗಿ ಆ ಹಾಸ್ಪಿಟಲ್ಗೆ ನಾನು ಹೋದೆನು.
ഒരു ആക്സിഡന്റ് ആയിട്ട് ശരീരമാസകലം ചതഞ്ഞ് ഒടിഞ്ഞ് കഷ്ടത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരനെ ഞാൻ പോയി കണ്ടു. ಒಂದು ಆಕ್ಸಿಡೆಂಟ್ಗೆ ಅಪಘಾತಕ್ಕೆ ಒಳಪಟ್ಟು ಶರೀರ ಪೂರ್ತಿಯಾಗಿ ಜಜ್ಜಲ್ಪಟ್ಟು ಬಹಳ ವೇದನಾಜನಕವಾಗಿ ಇರುವಂತಹ ಸಂದರ್ಭದಲ್ಲಿ ನಾನು ಅಲ್ಲಿ ಸಂದರ್ಶಿಸಿದೆನು. ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തുള്ള ബെഡിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ನಾನು ಹೋಗಿ ಅವರಿಗಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಿರುವಾಗ ಬದಿಯಲ್ಲಿ ಮಲಗಿ ಬೆಡ್ಡಿನಲ್ಲಿ ಮಲಗಿರುವ ವ್ಯಕ್ತಿಯು ಅದನ್ನು ಬಹಳವಾಗಿ ಗಮನಿಸುತ್ತಾ ಇದ್ದರು. ഞാൻ കണ്ണു തുറന്നപ്പോൾ ആ വ്യക്തി എന്നെ കൈ കാണിച്ചു വിളിച്ചു. ನಾನು ಕಣ್ಣು ತೆರೆದಾಗ ಆ ವ್ಯಕ್ತಿಯು ನನ್ನ ಕೈ ತೋರಿಸಿ ನನ್ನನ್ನು ಕರೆದರು. ഒരു അന്യജാതിക്കാരനായ ഒരു മനുഷ്യൻ, ಒಂದು ಅನ್ಯ ಜಾತಿಗೆ ಸೇರಲ್ಪಟ್ಟ ಮನುಷ್ಯನು. ആ മനുഷ്യൻ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കൈ കാണിച്ച് എന്നെ വിളിച്ചു. ಆ ಮನುಷ್ಯನು ಕಣ್ಣೀರು ಧಾರಾಕಾರವಾಗಿ ಹರಿತಾ ಇದೆ, ಕಣ್ಣೀರು ಸುರಿಸುತ್ತಾ ಕೈ ತೋರಿಸಿ ನನ್ನನ್ನು ಕರೀತಾರೆ. അദ്ദേഹം എന്നോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച്, ആ കർത്താവിൻ്റെ കഷ്ടങ്ങളെക്കുറിച്ച്, ക്രൂശിലെ മരണത്തെക്കുറിച്ച് എനിക്ക് ചിന്തയുണ്ടായി. ನೀವು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಿರುವಾಗ ನೀವು ಸೇವಿಸುವ ಆ ದೇವರು, ಆ ಕರ್ತನು ಕಾಲ್ವಾರಿ ಕ್ರೂಜಿಯಲ್ಲಿ ಅನುಭವಿಸಿದ ಆ ಕಷ್ಟದ ಹಿಂಸೆ ಕುರಿತಾಗಿ ನನಗೆ ತಿಳುವಳಿಕೆ ಉಂಟಾಯಿತೆಂಬುದಾಗಿ ಆ ವ್ಯಕ್ತಿ ತಿಳಿಸುತ್ತಾರೆ. എൻ്റെ ഈ രോഗത്തിന് കർത്താവിന് സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ನನ್ನ ಈ ರೋಗಕ್ಕೆ ಯೇಸು ಸ್ವಾಮಿ ಸೌಖ್ಯ ಕೊಡುತ್ತಾನೆಂಬುದಾಗಿ ನಾನು ನಂಬುತ್ತೇನೆ. ഏതോ ഒരു മഹാവ്യാധി പിടിച്ചിട്ട് തൻ്റെ കാൽപാദവും തൻ്റെ പാദത്തിന് മുകളിലെ മുട്ടിന് താഴെയുള്ള വശവും മുറിച്ചിട്ട് വീണ്ടും മുകളിലോട്ട് ഉണങ്ങുവാൻ കാത്തിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ಬಹಳ ದೊಡ್ಡ ವ್ಯಾಧಿಗೆ ಒಳಗಾಗಿ ತನ್ನ ಕಾಲ್ಪಾದವನ್ನು ಅದೇ ರೀತಿಯಾಗಿ ಮೊಣಕಾಲವರೆಗೆ ಕತ್ತರಿಸಲ್ಪಟ್ಟು ಆ ಸೌಖ್ಯಕ್ಕೋಸ್ಕರವಾಗಿ ಕಾಯ್ತಾ ಇರುವ ವ್ಯಕ್ತಿಯಾಗಿದ್ದಾನೆ ಈತ. അദ്ദേഹം എന്നോട് ഇങ്ങനെ കണ്ണുനീരോടെ പറഞ്ഞു. ಆ ವ್ಯಕ್ತಿ ಬಹಳ ಕಣ್ಣೀರು ಸುರಿಸುತ್ತಾ ನನಗೆ ಹೇಳಿದರು, എൻ്റെ മുട്ടിന് മുകളിൽ വെച്ച് അടുത്ത പ്രാവശ്യം മുറിക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്. ನನ್ನ ಮೊಣಕಾಲಿನ ಮೇಲೆ ಮುಂದಿನ ಸಾರಿ ಡಾಕ್ಟರ್ ಶಸ್ತ್ರಚಿಕಿತ್ಸೆ ಮಾಡಿ ಕಟ್ ಮಾಡಿ ತೆಗಿಲಿಕ್ಕಿದ್ದಾರೆ ಎಂಬುದಾಗಿ ಹೇಳಿದರು. മുറിക്കും തോറും അത് മേളോട്ട് പഴുത്തുകൊണ്ടിരിക്കുന്നു. ಅವರು ಎಲ್ಲಿಯವರೆಗೆ ಕಟ್ ಮಾಡ್ತಾರೋ ಅದಾದ್ರ ಮೇಲೆ ಮೇಲೆ ಅದು ಮತ್ತು ಪಸ್ಸಾಗಿ ಮೇಲೆ ಬರುವ ಅನುಭವ ಅವರದಾಗಿತ್ತು. ഹല്ലേലൂയ. ഞാനത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് എൻ്റെ യേശുവിന് സൗഖ്യമാക്കുവാൻ കഴിയുമല്ലോ കർത്താവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ಆ ವಿಷಯವನ್ನು ನಾನು ಕೇಳುವಾಗ ಹೃದಯಾಂತರಾದಲ್ಲಿ ನೊಂದು ನಾನು ನೆನೆಸಿಕೊಂಡು ನನ್ನ ಕರ್ತನಿಗೆ ಆ ವ್ಯಕ್ತಿಯನ್ನು ಸ್ವಸ್ಥ ಮಾಡಲಿಕ್ಕೆ ಆಗುತ್ತದಲ್ಲ ಎಂಬುದಾಗಿ. എൻ്റെ കയ്യിലിരുന്ന ബൈബിൾ തുറന്ന് ഞാൻ ഇങ്ങനെ ഒരു വചനം വായിച്ചു. ನನ್ನ ಕೈಲಿರುವ ಸತ್ಯವೇದವನ್ನು ತೆರೆದು ಒಂದು ವಾಕ್ಯವನ್ನು ಅವರಿಗಾಗಿ ಹೀಗೆ ಓದಿದರು. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4-5 വാക്യങ്ങളെ ആധാരമാക്കി ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ചു. ಯೆಶಾಯ ಪ್ರವಾದನ ಗ್ರಂಥ 53ನೇ ಸಂಧಿಯ 4-5 ವಾಕ್ಯಗಳ ಕುರಿತಾಗಿ യേശു സ്വാമിയെ കുറിച്ചാಗಿ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ആമേൻ. ആ ഒറ്റ പദമാണ്, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വരുമെന്നല്ല പറഞ്ഞത്, വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. ಆ ಒಂದೇ ಒಂದು ಪದ, ಅವನ ಬಾಸುಂಡಗಳಿಂದ ನಮಗೆ ಗುಣವಾಯಿತು ಎಂಬುದನ್ನು ನೀವು ನಂಬುತ್ತೀರೋ ಎಂಬುದಾಗಿ ನಾನು ಅವರಿಗೆ ಕೇಳಿದೆ. ആ മനുഷ്യൻ നാവ് കൊണ്ട് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ಆ ವ್ಯಕ್ತಿ ಬಾಯಿ ತೆರೆದು ಹೇಳ್ತಾರೆ, ನಾನು ನಂಬುತ್ತೇನೆ. ദൈവത്തിന് സ്തോത്രം. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ದೇವರಿಗೆ ಸ್ತೋತ್ರವಾಗಲಿ, ಅವರಿಗಾಗಿ ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡಿದೆನು. ഞാൻ മടങ്ങിപ്പോരുന്നു.
ನಾನು ಹಿಂದಿರುಗಿ ಬಂದೆ. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഞാൻ അമ്മ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ಒಂದು ವಾರ ಕಳೆದು ತಿರುಗಿ ಹಾಸ್ಪಿಟಲ್ ಸಂದರ್ಶನ ಮಾಡಿದಾಗ ಆ ವ್ಯಕ್ತಿಯನ್ನು ನಾನು ಸಮೀಪಿಸಿದೆ. അദ്ദേഹം എന്നോട് ഇപ്രകാരം പറഞ്ഞു. ആ വ്യക്തി ഈ പ്രಕಾರವಾಗಿ ನನ್ನಲ್ಲಿ ಹೇಳಿದ್ರು, എന്റെ കാലിന്റെ മുറിപാട് ഉണങ്ങി തുടങ്ങി, ഇനി മുകളിൽ മുറിക്കേണ്ട ആവശ്യമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന്. ನನ್ನ ಗಾಯವು ಈಗಾಗಲೇ ಒಡಗುತ್ತಾ ಬಂದಿದೆ, ಇನ್ನು ಮುಂದಕ್ಕೆ ಯಾವ ಕಾರಣಕ್ಕೂ ಮೇಲೆ ಕತ್ತರಿಸುವುದು ಬೇಡ ಎಂಬುದಾಗಿ ವೈದ್ಯರು ತಾನೇ ತಿಳಿಸಿದ್ದಾರೆ ಎಂಬುದಾಗಿ ಆ ವ್ಯಕ್ತಿ ಹೇಳ್ತಾರೆ. നമ്മെ രക്ഷിച്ച നമ്മുടെ കർത്താവ് നമ്മുടെ കഷ്ടത്തിലെ ഏറ്റവും അടുത്ത തുണയാണ് പ്രിയമുള്ളവരെ. ನಮ್ಮನ್ನು ರಕ್ಷಿಸಂತಹ ಕರ್ತನು ನಮ್ಮ ಕಷ್ಟದಲ್ಲಿ ಯಾವಾಗಲೂ ನಮಗೆ വിശേഷവാദ സഹായകനാಗಿದ್ದಾನೆ. ആ കർത്താവിൽ ആത്മീകമായി നാം അധികം വളർന്നവരായി കാണപ്പെടണം. ಆ ಕರ್ತನಲ್ಲಿ ಆತ್ಮಿಕವಾಗಿ ಹೆಚ್ಚಾಗಿ ನಾವು ಬೆಳೆಯಲ್ಪಟ್ಟವರಾಗಿ കാണൽപ്പെടಬೇಕು. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം എത്രമാത്രം വളരണമെന്ന് ഞാൻ ഇന്ന് തിരുവചനം മുഖാന്തരം സൂചിപ്പിച്ചു. ನಾವು ಎಷ್ಟರ ಮಟ್ಟಿಗೆ ಬೆಳೆಯಬೇಕೆಂಬುದಾಗಿ സത്യവേദാധാരದಲ್ಲಿ ನಾನು ನಿಮಗೆ ತಿಳಿಸಿದ್ದೇನೆ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മങ്ങൾ ഉയരത്തക്കവണ്ണം, ഭൂമിയിൽ നിന്ന് ഉയരത്തക്കവണ്ണം നാം ആത്മീകമായി ഉയർത്തപ്പെടണം. ನಾವು ಭೂಮಿಯಲ್ಲಿ ಎತ್ತರವಾಗಿ ಬೆಳೆಯಲ್ಪಟ್ಟ ಅನುಭವದಲ್ಲಿ ಆ ಬೆಳವಣಿಗೆಯು ನಾವು ಆತ್ಮೀಯ ಜೀವಿತದಲ್ಲಿ ಬರಬೇಕು. അതാണ് നമ്മുടെ പ്രത്യാശ. ನಮ್ಮ ನಿರೀಕ್ಷೆ ಎನ್ನುವುದು ಅದೇ ಆಗಿರಬೇಕು. ഹല്ലേലൂയ. പ്രപഞ്ചമോഹങ്ങളെ, ഭൗമിക ആശകളെ എല്ലാം വിട്ട് സ്വർഗീയമായ ദർശനമുള്ളവരായി ആത്മീകമായി നാം ഉയർത്തപ്പെടണം. ಪ್ರಪಂಚ ಮೋಹಗಳು, ಭೂಮಿ ಎಲ್ಲ ಆಸೆ ಆಕಾಂಕ್ಷೆಗಳು ಬಿಟ್ಟು ಯಥಾರ್ಥವಾದ ಪರಲೋಕದ ದರ್ಶನವುಳ್ಳವರಾಗಿ ನಾವು ತೀರಬೇಕು. അതാണ് ഒരു ദൈവ പൈതൽ. ಅದೇ ನಿಜವಾಗಿ ಒಬ್ಬ ದೇವರ ಮಗನು. അതാണ് ഒരു ദൈവ വിശ്വാസി. ಅದೇ ನಿಜವಾಗಿ ಒಬ್ಬ ದೇವರ ವಿಶ್ವಾಸಿ ಅಂತ ಹೇಳುವುದು. നമ്മൾ മതം സൃഷ്ടിക്കാൻ വന്നവരല്ല. ನಾವ್ಯಾರು ಮತವನ್ನು ಸೃಷ್ಟಿ ಮಾಡೋದಕ್ಕೋಸ್ಕರವಾಗಿ ಬಂದವರಲ್ಲ. നാം എന്തിനു വന്നു? ನಾವು ಯಾಕಾಗಿ ಬಂದೆವು? മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുവാൻ ദൈവം നമ്മളെ നിയമിച്ചിരിക്കുന്നു. ಮನುಷ್ಯರನ್ನು ಮನುಷ್ಯರಾಗಿ ಮಾರ್ಪಡಿಸುವುದಕ್ಕೆ ದೇವರು ನಮ್ಮನ್ನು ನೇಮಕ ಮಾಡಿದ್ದಾನೆ. നമ്മുടെ ദൗത്യം അതാണ്. ನಮ್ಮ ಕರ್ತವ್ಯ ಅಂದ್ರೆ ಅದೇ ಆಗಿದೆ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ ഈ ലോകത്തിൽ ദൈവമക്കളായി കർത്താവിനെ എതിരേൽപ്പാൻ ഒരു വലിയ സമൂഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿ ಎರಡನೇ ಬರೋಣದಲ್ಲಿ ಆತನ ಎದುರುಗೊಳ್ಳುವುದಕ್ಕೋಸ್ಕರವಾಗಿ ಒಂದು ದೇವರ ಮಕ್ಕಳಾಗಿರುವಂತ ಒಂದು ದೊಡ್ಡ ಸಮೂಹ ಉಂಟಾಗಲಿ ಎಂಬುದಾಗಿ ಕರ್ತನ ಸನ್ನಿಧಿ ನಾನು ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. ആത്മാവിൽ വളർന്നവരായി കാണണം. ಆತ್ಮದಲ್ಲಿ ಬೆಳೆಯಲ್ಪಟ್ಟವರಾಗಿ ನಾವು ಕಾಣಲ್ಪಡಬೇಕು. ആത്മീക ദർശനമുള്ളവരായി നാം കാണണം. ಆತ್ಮಿಕವಾದ ದರ್ಶನವುಳ್ಳವರಾಗಿ ನಾವು ಕಾಣಲ್ಪಡಬೇಕು. നാം പ്രത്യാശയുള്ളവരായി കാണപ്പെടണം. ನಿರೀಕ್ಷೆಯುಳ್ಳವರಾಗಿ ನಾವು ಕಾಣಲ್ಪಡಬೇಕು. നാം ജയശാലികളായി ദൈവസന്നിധി കാണപ്പെടണം. ದೇವರ ಸಂದಲ್ಲಿ ಜಯಶಾಲಿಗಳಾಗಿ ನಾವು ಕಾಣಲ್ಪಡಬೇಕು. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ಈ ವಾಕ್ಯಗಳ ಮುಖಾಂತರವಾಗಿ ದೇವರಾದ ಕರ್ತನು ನಮ್ಮೆಲ್ಲರೂ ಧಾರಾಳವಾಗಿ ಆಶೀರ್ವದಿಸಲಿ ಎಂದು ಹೇಳಿಕೊಂಡು ನನ್ನ ವಾಕ್ಯವನ್ನು ದೇವರ ವಾಕ್ಯವನ್ನು ಮುಕ್ತಾಯ ಮಾಡುತ್ತೇನೆ. ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ദൈവമക്കളുടെ ആശ്വാസത്തിനും സമാധാനത്തിനും ആത്മീക ഉന്നതിക്ക് വേണ്ടിയും ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ಈ ವಾಕ್ಯವನ್ನು ಕೇಳ್ತಾ ಇದ್ದ ದೇವರ ಮಕ್ಕಳ ಆತ್ಮಿಕವಾದ ಉನ್ನತಿಗೋಸ್ಕರವಾಗಿ ಅವರಿಗಾಗಿ ಒಂದು ನಿಮಿಷ ನಾನು ಪ್ರಾರ್ಥಿಸ್ತೇನೆ. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, അല്പസമയം തിരുസന്നിധിയിലായിരിക്കാനും തിരുവചനത്തിലെ ആഴമേറിയ സത്യം പ്രസ്താവിപ്പാനും ഈ പകൽക്കാലം ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി തീരട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു.